ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ പഴം വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. നമ്മുടെ എല്ലാം വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ 2 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഏത്തയ്ക്ക ഇതുപോലെ അരിഞ്ഞ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായ അരിപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടാത്ത പരുവത്തിന് നല്ലതുപോലെ നമുക്കൊന്ന് ഉരുട്ടി ഇതുപോലെ ബോളാക്കി എടുക്കാം. ഞാനിനി ഒരു ഇഡലിപ്പാത്രം വെച്ച് ഇതൊക്കെ ഒന്ന് ആവി കയറ്റി 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ ഉരുളകളെല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലും ചെറിയ ഉരുളകളാക്കിയാൽ അത്രയും നല്ലത്. ഇതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ആവിയിലിരുന്ന് വേവട്ടെ. 10 മിനിറ്റ് ആയപ്പോഴേക്കും നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് ഇനി ആ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് അത്രയാണോ ആവശ്യം അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഒരു കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് ഉണക്കമുന്തിരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാം. കറുത്ത എള്ളും ആവാം, വെളുത്ത എള്ളും ആവാം. എൻ്റെ കയ്യിൽ കറുത്ത എള്ള് ഇല്ലായിരുന്നു, അതുകൊണ്ട് വെളുത്ത എള്ള് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ വെളുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എള്ളും എല്ലാം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് 1 കപ്പ് തേങ്ങ തിരുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബദാമോ വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എത്ര പെട്ടെന്നാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുത്തത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം, അരിപ്പൊടി, ഏത്തയ്ക്ക, ശർക്കര, തേങ്ങ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇതിനകത്തോട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി ചിക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഐറ്റം വെച്ച് ഒരു കിടിലം 4 മണി പലഹാരം. നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാവുന്നതാണ്.